വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. നല്ല അടിപൊളി ടേസ്റ്റിലൂടെ അതും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ലഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ലഡു തയ്യാറാക്കാൻ ഞാനിവിടെ അരിപ്പൊടിയോ കടലമാവോ ഒന്നുമല്ല ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചക്കക്കുരുവില്ലേ, ചക്കക്കുരുവിൻ്റെ പൊടി കൊണ്ടാണ് ഈ ഒരു ലഡു തയ്യാറാക്കിയിട്ടുള്ളത്. ചക്കക്കുരു ഉണക്കി അത് പൊടിച്ചിട്ടുള്ള പൊടി കൊണ്ടാണ് ചക്കക്കുരു ലഡു തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ വീഡിയോ കാണാം. ഈ ഒരു സ്പെഷ്യൽ ലഡു തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് പാല് തിളപ്പിക്കാൻ വെക്കണം. ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർക്കുക. അപ്പോൾ ലഡുവിന് ആവശ്യമായപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ മതി, കാരണം നമ്മുടെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്, അതായത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചക്കക്കുരു ഉണക്കി പൊടിച്ചിട്ടുള്ള ചക്കക്കുരു പൊടി, അത് ഇതിൽ ചേർത്ത് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ കപ്പലണ്ടി ഒന്ന് ക്രഷ് ചെയ്ത്, അത് വറുത്തിട്ടുള്ള കപ്പലണ്ടിയാണ്, അതൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഏലക്കായും കൂടി ഇട്ടിട്ടാണ് അതൊന്ന് ക്രഷ് ചെയ്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിമും മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഫ്രഷ് കോക്കനട്ട് ചേർത്താൽ ഒരുപാട് ദിവസം ഇരിക്കില്ല, അതുകൊണ്ടാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം കേട്ടോ. റൈസിൻസും കാഷ്യൂ നട്ട്സൊക്കെ ചേർക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. മധുരമൊക്കെ പാകമാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കുറച്ച് എടുത്തിട്ട് നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പാക്കി എടുക്കണം. നമ്മുടെ ലഡുവിൻ്റെ രൂപത്തിലേക്ക് ഇത് കൊണ്ടുവരണം. അപ്പോൾ ചൂടുണ്ട്, ഈ ഒരു ചൂടിൽ തന്നെ ചെയ്യണം. കാരണം ചൂടാറിയിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ചൂടൊക്കെ സഹിച്ചിട്ട് നമ്മൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റൗണ്ട് പിടിക്കുക. റൗണ്ട് പിടിച്ചതിന് ശേഷം നമുക്ക് ഈ ഭംഗിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സ് വയ്ക്കാം, റൈസിൻസൊക്കെ വയ്ക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു കാഷ്യൂ നട്ടിൻ്റെ പീസ് അവിടെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് റൗണ്ടാക്കി ആ ഒരു ഷേപ്പ് ഒന്ന് റെഡിയാക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നേരെ നമ്മുടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ ചക്കക്കുരു പൊടി കൊണ്ടുള്ള ലഡു ഇവിടെ റെഡി. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഇനി ചക്ക സീസണൊക്കെ വരുമ്പോൾ നിങ്ങൾ കുറച്ച് ചക്കക്കുരു എടുത്തിട്ട് ഒന്ന് ഉണക്കി അതൊന്ന് പൊടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ലഡു ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളിയായിട്ടുള്ള ലഡുവാണിത്. ചക്കക്കുരു പൊടി കൊണ്ടുണ്ടാക്കിയ ഈ ലഡുവിൻ്റെ മുമ്പിൽ മറ്റുള്ള ലഡു ഒന്നുമല്ല. ഒരു തവണയെങ്കിലും നിങ്ങൾ ചക്കക്കുരു പൊടി കൊണ്ട് ഇതുപോലെ ഒന്ന് ലഡു ഒന്ന് ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കണേ. മസ്റ്റ് ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുമല്ലോ അല്ലേ. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇത് 3 തരാതെ പോകല്ല കേട്ടോ. എന്തായാലും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാവർക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.